ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ കേട്ടോ? അതായത് 7 വീഡിയോസ് ആണ് ആ 4 മിനിറ്റ് യാത്രക്കിടയിൽ അവർ എടുത്തത്. അതും എഡിറ്റ് ചെയ്ത് കറക്റ്റ് അവർക്ക് ആപ്റ്റായി തോന്നിയ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നു. ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊല്ലാൻ അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തു. റിമാൻഡ് റിപ്പോർട്ടാണ്, നമ്മൾ കൈ നിർത്തുന്നതല്ല. ആ മനുഷ്യൻ ആ ഒരു കാര്യം ചെയ്യാനുള്ള കാരണം ഇവളിട്ട ഒന്നാമത്തെ വീഡിയോ മാത്രമല്ല, രണ്ടാമത്തെ വീഡിയോയും കൂടിയാണ്. അതിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. പിന്നെ ആളുകളുടെ ഒരു ഡൗട്ടാണ് മുസ്തഫ എന്ന ഇവളുടെ ഭർത്താവിനെ കുറിച്ചിട്ടൊക്കെ. ഇവർക്ക് 2 പെൺകുട്ടികളായിട്ടാണുള്ളത്. അതിലൊരു കുട്ടി കുറച്ച് മുതിർന്ന കുട്ടിയാണ്, എവിടെയോ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. മുസ്തഫ എന്തിനാണ് ഒഴിവാക്കി പോയതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. യുവതി ചിത്രീകരിച്ചത് 7ഓളം വീഡിയോകൾ മരം നൊന്ത് ദീപക് ആത്മഹത്യ എന്ന അറിവ് പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമാധാനം, ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ടെങ്കിലും ഇട്ട് കൊടുത്തല്ലോ. സ്വന്തം കാറില്, അത് ഇൻഷുറൻസ് തെറ്റിയ കാറില് ആ പോലീസുകാരൻ അവളെ കൊണ്ടുപോകാനും കാണിച്ച ആ ഒരു മഹാമനസ്കതയുണ്ടല്ലോ, അതൊന്നും ആരും കാണാതെ പോകരുത് കേട്ടോ. ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോ ഇൻഷുറൻസ് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ? പിന്നാലെ നടന്നങ്ങ് പെറ്റി അടിച്ചു തരൂലേ പോലീസുകാർക്ക്? എന്ത് മാമാലോ. അതൊന്നും കൂടാതെ ഇവളെ സംരക്ഷിക്കുന്ന ആളുകൾ അടിച്ചിറക്കിയ ഒരു കാര്യമുണ്ട്, ഇവള് ദുബായിൽ എത്തി എന്നുള്ളൊരു കാര്യം. അത് നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണ്. പക്ഷെ പോലീസുകാർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇവള് നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അല്ലേ. അവളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടില് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവളെ അറസ്റ്റും ചെയ്തു. അതും ആ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ, വടകരയിൽ നിന്ന് തന്നെ. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ഇവളെ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയ രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏമ്മമാരെ, ഒരു മനുഷ്യനെ എങ്ങാണ്ട് പച്ചക്ക് ഇല്ലാണ്ടാക്കാൻ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊന്ന് കാണാം. വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിംജിത മുസ്തഫ. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട്. അതുമാത്രവുമല്ല, അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനൊരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരു പക്ഷേ മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിത മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആണ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള നടക്കുന്നേ. അപ്പൊ അത്യാവശ്യം നല്ല ബോധമുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെയാണ് അറിയിക്കുക എന്നുള്ള ബോധമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടി എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, കൃഷ്ണജീവി. ഒരു മനുഷ്യനാണ് ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. 2 പെൺകുട്ടികളായിട്ടാണ് ഇവർക്ക്. അതിലൊരു കുട്ടി ഒരു ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്നത്. ഡീറ്റെയിൽസ് മൊത്തം പൊക്കിയിട്ടുണ്ട്. എന്തിനാണ് മുസ്തഫനെ ഒഴിവാക്കി എന്നുള്ള കാര്യത്തിന്റെ ഏകദേശം എല്ലാ വലിയ ധാരണ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവള് ചെയ്ത് കൂട്ടിയ കുറെ കോപ്രായത്തരങ്ങൾ കിട്ടിയതാണ്. പിന്നെ അന്നേ ദിവസം അവള് രക്തം കൊടുക്കാൻ പോയതാണെന്നൊക്കെ അല്ലേ പറയുന്നത്. സത്യത്തിൽ ഇവര് വിവാഹം വേർപെടുന്നതിന്റെ ഭാഗമായിട്ട് പള്ളിക്കൽ നിന്ന് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. പിന്നെ ഒറ്റയടിക്കൊന്നല്ല, ആദ്യം ത്വലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ 15 ദിവസത്തോളം കൺമുന്നിലും, അത് കഴിഞ്ഞിട്ട് കൺവെട്ടത്തുനിന്ന് മാറിയിട്ടൊക്കെ താമസിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആള് നടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊന്ന് കേൾക്കാം. ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു. അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു. അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ CCTV ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. ദീപക്കും ഷിംജിത മുസ്തഫയും 10:42 ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ 7ഓളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു. പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ദീപക്കും ഷിംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളറിയാത്ത പുതിയൊരു കാര്യം, അതായത് അയാൾ ഇറങ്ങി ഓടി അല്ല, ധൃതിയിൽ നടന്നു എന്നാ പറയുന്നേ. ആരോ ഒരാൾ ചോദ്യം ചെയ്തു എന്നും പറയുന്നു. പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല. അതൊന്നും കൂടാതെ ഷിംജിത വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് പോവുകയും ചെയ്തത്രേ. വീട്ടിലെത്തിയതിന്റെ ശേഷമാണ് 7 വീഡിയോന്ന് കൃത്യമായി നല്ല കുറച്ച് സാധനങ്ങൾ കയറ്റി വെച്ച്, അയ്യോ ഇയാൾ ടച്ച് ചെയ്യുന്നില്ലല്ലോ, മില്ലി സെക്കൻഡിൽ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതങ്ങ് സ്ലോ മോഷൻ ആക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത് കൂട്ടിയത് എന്നുള്ളതാണ്. കൊള്ളാം. ഇവളെയൊന്നും ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്താക്കരുത്, അവിടെ തന്നെ കിടക്കണം. എന്ത് ഊളത്തര കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനിയിപ്പോ ഒരുപാട് ജെനുവിനായുള്ള കേസുകൾ പോലും പറയാൻ മടിക്കും ആളുകള്. ഇത് ദുരുപയോഗം ചെയ്തിട്ട് നശിപ്പിക്കാൻ കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അവൾക്ക് വേണമെങ്കിൽ എവിഡൻസിന് വേണ്ടിയിട്ട് വീഡിയോ ചിത്രീകരിക്കാം, അത് ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പോലീസുകാരെ അറിയിക്കായിരുന്നു വേണ്ടത്. പക്ഷെ ഇതിലൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ എങ്ങനെ പോലീസുകാരെ അറിയിക്കുക? 4 ആൾ അറിയട്ടെന്നേ, അങ്ങ് ഇടട്ടെന്നേ, ഞാനൊന്ന് ഫേമസ് ആവട്ടെന്നേ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ പാൻ ഇന്ത്യ ഫേമസ്. നമ്മളെല്ലാരും വിചാരിക്കും ഇവളെപ്പോ എല്ലാവരും കരിവാരി തേച്ചു, ഇനി അങ്ങനെ അങ്ങോട്ട് ഒതുങ്ങി പോകുന്നു. ഒതുങ്ങിയല്ല ഇവള് പോവുക. നീ കണ്ടോ,
ഇവളൊരു ജാമ്യത്തിലേക്ക് എടുത്തു വന്ന ഇവൾക്ക് ഇന്റർവ്യൂ കൊണ്ട് 5 കളിയായിരിക്കും. ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഇന്റർവ്യൂക്ക് വിളിക്കും, കണ്ടോ നിങ്ങൾ, എന്നിട്ട് ഇവളെ അങ്ങ് പൊക്കി വലിയ ആളാക്കും. അഞ്ചാം സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത് യുവതിയുടെ ഷിംജിത മുസ്തഫയുടെ സഹോദരനെയാണ്. അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവർ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചിത്രീകരിച്ചു എന്ന് പറയുന്ന 7ഓളം വീഡിയോകൾ ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ സമർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇവളുടെ ഭർത്താവ് ഒഴിവാക്കി പോയതാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഷിംജിതയെ ഒറ്റപ്പെടുത്തിയെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ 2 കുട്ടികളുടെയും അമ്മയാണ്, അവളെ എനിക്ക് രക്ഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവളെ ഒഴിവാക്കി പോയി എന്നുള്ള കാരണം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ അവൾക്ക് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എന്ന് ചിന്തിച്ചില്ല എന്നുള്ള കാര്യവും അറിയുന്നുണ്ട്. പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഇനി എത്ര വലിയ തെറ്റ് ചെയ്താലും കൂടെ നിൽക്കുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. അപ്പൊ അനിയനോ ജ്യേഷ്ഠനോ കൂടെ നിന്ന് കണ്ടില്ലേ മൊബൈൽ ഫോൺ അവിടെ ഹാജരാക്കാതെ? അത്രേ ഉള്ളൂ. 7 വീഡിയോ അതിൽ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തത്. അതൊന്നും കൂടാതെ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ പ്രവർത്തിച്ചു, കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ ഷിംജിതക്കൊക്കെ സപ്പോർട്ടായിട്ട് ഇന്നും ആ നാട്ടിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ സ്ത്രീകളുണ്ട്, അതേപോലെ പുരുഷന്മാരുണ്ട്, മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇന്നും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ആ നാട്ടിലുള്ള നട്ടലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഷിംജിത എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവി ചെയ്ത തെറ്റുണ്ടല്ലോ, ആ തെറ്റിനെ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് മൂടി വെക്കാൻ കഴിയില്ല. അത്രമാത്രം തെളിവുകൾ അവൾ ഇട്ടുകൊടുത്തിട്ടാണ് ഇപ്പോ ജയിലിനകത്ത് കിടക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് അവൾക്ക് ജാമ്യം കിട്ടുമായിരിക്കാം. എന്തൊക്കെയായാലും ഈ ജനങ്ങള്, കേരളത്തിലുള്ള ഒരു മനുഷ്യനും അവളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇനി ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ അവരുടെ നാട്ടിലും കുടുംബക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ, അവര് ഇതൊന്ന് കേൾക്കണം. പറയാനുള്ള അഭിപ്രായം തന്നെയാണ്. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നിയമപരിധികളും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. തെറ്റ് ആരായാലും ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ട വീഡിയോ വെച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റ്, അവൾ അന്ന് അവിടെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരുന്നേനെ. കാരണം ബസ്സിലായാലും കണ്ടക്ടർമാരായാലും ബാക്കിയുള്ളവരായാലും സ്റ്റേഷനാ കോടതിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയിരുന്നു. ഇത് അവൾ റീച്ചിന് വേണ്ടിയിട്ടാണ്, അത് കറക്റ്റാണ്. കാരണം റീച്ചിനായതുകൊണ്ടാണ് അവൾ ആ വീഡിയോ സെൻഡ് ചെയ്തതും പുറലോകത്തിലിട്ടിട്ട് ഒരു മനുഷ്യനെ അത്രയും ക്രൂരമായിട്ട് ഹരാസ് ചെയ്യുന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പം ഇതിലൊരു ശിക്ഷ കിട്ടുന്നതിൽ ഞാനൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. എന്നെ പോലെയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ എന്ന് പറയണില്ല, ഇതുപോലെ ചിലരൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. സന്തോഷമുണ്ട് ഞങ്ങൾക്കൊക്കെ. ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്കും പറയാനുള്ളത്, നിങ്ങൾ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. ആ 7 വീഡിയോ പോലീസുകാരെ കയ്യിലുണ്ട്. നിങ്ങൾ പ്രാകണ സമയത്ത്, ഷിംജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പ്രാകണ സമയത്ത് പോലീസുകാരെ ഒന്ന് പ്രാവണം കേട്ടോ. പോലീസുകാരെ കയ്യിലാണ് ഇപ്പോൾ ഡാറ്റ ഉള്ളത്. അതുകൂടാതെ തന്നെ ഇവള് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളൊക്കെ കിട്ടി. അതിലൊക്കെ വ്യക്തമായിട്ട് ഷിംജിത ചെയ്തു തെറ്റാണെന്നാണ് തെളിയുന്നിട്ടുള്ളത്. അവളെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഫാമിലിയിലുള്ള ആളുകളുണ്ടാവും, പിന്നെ ലീഗുകാരായ ആളുകളുണ്ട്. എനിക്കിപ്പോ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഈ വിഷയത്തിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആ മനുഷ്യന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇതേ നിലപാടെടുക്കോ? ഇവിടെ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നത് ആണുങ്ങളിൽ മാത്രമല്ല, എല്ലാവരും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട് അതിൽ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി ഈ വിഷയത്തിൽ ട്രാൻസിന്റെ നിലപാട് പോലും ഷിംജിതക്ക് എതിരാണെന്നുള്ളതാണ്. ഇനി അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അതുമില്ല, എല്ലാവരും നിങ്ങൾക്ക് എതിരാണ്. ഷിംജിത ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അല്ലെങ്കിൽ ഈ 4 മിനിറ്റ് യാത്രക്കിടയിൽ 7ഓളം വീഡിയോ എടുക്കുക, ഈ സമയം മാത്രം പോരടോ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒരാളുടെ അടുത്ത് സന്തോഷത്തോടു കൂടി ഇറങ്ങി നടന്നു പോവോ? ഇല്ലല്ലോ. അപ്പൊ ഊളത്തരം കാണിച്ചിട്ട് ഊഞ്ഞാലാട്ടല്ലേ എന്റെ പൊന്നു മക്കളെ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഇതിലൊരു രാഷ്ട്രീയ പിടിപാട് വെച്ചിട്ടുള്ള കളി കളിക്കുന്നുണ്ട് എന്നുള്ളത്. ഷിംജിത ചില്ലറക്കാരിയൊന്നുമില്ല, ഷിംജിതക്ക് നല്ല പിടിപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്താവൊന്നും ഈ വിഷയത്തിൽ ഇവൾക്ക് എതിരല്ല. ഈ വിഷയത്തിൽ എന്റെ മക്കളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് നല്ല പോക്കൊന്നല്ല പോകുന്നേ, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നാളെ ഏതെങ്കിലും സ്ത്രീക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും അതേ കണ്ണിൽ കാണുമ്പോൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ പുരുഷ കമ്മീഷന്റെ കാര്യം, പുരുഷ കമ്മീഷൻ നിർബന്ധമായി വേണ്ട ഒരു കാര്യമാണ്.
നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ കുറെ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ നിർത്താതെ പറയാ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ആണുങ്ങളുടെ അതുണ്ടാക്കിക്കോ അതുണ്ടാക്കിക്കോ. നിലവിൽ സ്ത്രീകൾക്ക് ഇവിടെ വനിതാ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറയണം ഫെമിനിസ്റ്റുകളെ. അതൊക്കെ എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അതായത് അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം സംഘടന അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം സംഘടനകൾ വരണ്ട എന്ന് പറയുന്നു? എല്ലാവർക്കും നിയമം ബാധകമാണ്, എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഷിംജിത് ജയിലിന്റെ അകത്ത് കിടക്കേണ്ടവൾ തന്നെയാണ്, ഒരിക്കലും പുറത്ത് നടക്കേണ്ട ഒരു വ്യക്തിയല്ല. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആ നാട്ടിലെ ആളുകൾ ഉണ്ട് എന്നുള്ളത്. ആ നാട്ടിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഷിംജിത ചെയ്തത് തെറ്റാണെന്നും ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഷിംജിത മനഃപൂർവ്വം അയാളെ കൊല്ലാനിട്ട് കൊടുത്തതാണ് എന്ന് ആ നാട്ടുകാരായ ആളുകളൊന്ന് കാണണം. ആ നാട്ടുകാരായ ആളുകളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇന്നും ആ നാട്ടിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഷെയർ ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അവർ കാണട്ടെ ഈ ഊളത്തരം ഇനിയും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.